ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Sabyjamshi വ്ളോഗ്സ്. അപ്പോൾ ഞങ്ങൾ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്തുണ്ടാക്കും? സാബി, ഇന്ന് എന്താ ഉണ്ടാക്കണേ? ഇന്ന് നമുക്ക് ഒരു അടിപൊളി കപ്പയും പോട്ടി ആക്കാം. കപ്പയും പോട്ടിയോ? ഷോ. അപ്പോൾ നമുക്ക് കപ്പയും പോട്ടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് പോട്ടി നന്നായി കഴുകി വൃത്തിയാക്കണം. അറ്റ്ലീസ്റ്റ് നല്ല തിളച്ച വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി കഴുകി വൃത്തിയാക്കണം. അതിനുശേഷം നമുക്കൊരു മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും പോട്ടിയിട്ട് നന്നായി കുഴച്ച് എടുക്കണം. അപ്പോൾ നമ്മൾ പോട്ടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് നന്നായി കുഴച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ ഒരു 10 വിസിൽ, ഏകദേശം ഒരു 10 വിസിലോളം നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ്. നിങ്ങളുടെ പോട്ടിയുടെ അളവനുസരിച്ച് ഇപ്പോൾ ഞങ്ങൾ 1 കിലോയുടെ മുകളിലുണ്ടാവും പോട്ടി. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒക്കെ ചേർത്തിട്ട്, ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട, എന്നാലും പോട്ടിയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുമല്ലോ. അപ്പോൾ അത് ഒരു 10 വിസിലോളം എന്തായാലും അടുപ്പിക്കേണ്ടി വരും, എന്നാലാണ് നല്ലോണം വെന്തിട്ടുള്ളൂ. ഇതാ നമ്മൾ പോട്ടി വിസിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ നേരം കൊണ്ട് നമുക്ക് നമ്മളെ കപ്പ വേവിക്കാൻ വെക്കാം. കപ്പൊക്കെ ഞങ്ങൾ ചെറുതാക്കി നുറുക്കി അതിലേക്ക് ഉപ്പിട്ടിട്ട് വെള്ളമൊഴിച്ച് നന്നായി വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി പോട്ടിയിലേക്ക് ആവശ്യമുള്ള മസാല തയ്യാറാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് വറ്റൽ മുളക് 15 എണ്ണം, കുരുമുളക് 2 ടേബിൾ സ്പൂൺ, പട്ട 2 വലുത്, ഏലക്ക 10 എണ്ണം, പെരിഞ്ചീരകം 2.5 ടേബിൾ സ്പൂൺ, ഗ്രാമ്പു 1 ടേബിൾ സ്പൂൺ, തക്കോലം ഒരെണ്ണം ഫുള്ളെടുത്തോ. അത് നല്ലോണം നമ്മൾ ഇങ്ങനെ ഫ്രൈ പാനിലാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അതിലിങ്ങനെ വറുത്തെടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി, പെട്ടെന്ന് തന്നെ വറുത്തിട്ടും. അപ്പോൾ ഞങ്ങൾ തന്നെ പുതിയതായിട്ട് കണ്ടുപിടിച്ചൊരു മസാലയാണിത്. ഞങ്ങൾ പരീക്ഷിച്ച് വിജയിച്ച മസാലയാണ്. അപ്പോൾ നിങ്ങളിത് എന്തായാലും പരീക്ഷിച്ച് നോക്കണം. ഇപ്പോൾ ഏകദേശമൊക്കെ വറന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടാം. അതൊന്ന് ആ കുത്തലൊന്ന് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം മല്ലിപ്പൊടിയുടെ കുത്തലൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് കസ്കസ് ഇടാം. അപ്പോൾ തന്നെ ആ ഫ്ലെയിം കൊണ്ട് ഓഫ് ചെയ്തിട്ട് വേണം. കസ്കസ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വറന്നിട്ടും, അതുകൊണ്ട് അധികം നേരം വറക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിയിട്ട് പൊടിച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ്, നമുക്ക് വറുത്തെടുക്കാനുള്ള അടുത്ത ഇൻഗ്രീഡിയൻസ് ആണ്. ഞാനിപ്പോൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തേങ്ങ കുറച്ച് മതി, എങ്ങനെയായാലും ടേസ്റ്റാണ്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തൊക്കെ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചെറുള്ളി അരിഞ്ഞത്, പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇലയും ആവശ്യത്തിന്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായി വറുത്തെടുക്കാം. അപ്പോൾ ചില പാനിൽ എണ്ണ ഒഴിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ എണ്ണ ഒഴിക്കേണ്ടവർക്ക് എണ്ണ ഒഴിക്കാം, അല്ലാതെ വറുത്തെടുക്കാൻ പറ്റുന്നുള്ളവർക്ക് അങ്ങനെ വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങളിതാ ക്വാറൻറ്റൈനൊക്കെയാണ്, ഇപ്പോൾ ഞങ്ങൾ നാട്ടിലെത്തി. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ഒന്ന് ഗ്യാപ്പ് ഇടേണ്ടി വന്നു. വീഡിയോയ്ക്ക് കുറച്ച് ദിവസമായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല, കാരണം ഞങ്ങൾ അവിടെ നിന്ന് ക്വാറൻറ്റൈൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ക്വാറൻറ്റൈൻ ഏകദേശം കഴിയാറായിട്ടോ. അതിൻ്റെ സന്തോഷത്തിലാണ് മക്കളെല്ലാവരും. അപ്പോൾ തേങ്ങ ഒക്കെ നല്ല വറന്നിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതും മിക്സിയുടെ ജാറിലിട്ട് അരച്ച് വേറെ വെക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് മസാല വഴറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചത് ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. അത് ചേർത്ത് അതൊന്ന് അതിൻ്റെ കുത്തൽ മാറുന്ന വരെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ കുത്തലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ടതിന് ശേഷം കൂട്ടത്തിൽ തന്നെ 3 പച്ചമുളക് നടുവേ കീറിയതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് എന്തായിരിക്കും ചേർക്കുന്നത് മസാലയ്ക്ക്? സവാളയും ചെറിയുള്ളി ഒരു നിങ്ങളുടെ അളവെന്ന് പറഞ്ഞത്, ഞങ്ങളിപ്പോൾ എടുത്ത പോട്ടിക്ക് അനുസരിച്ച് ഞങ്ങൾ 2 സവാള, അതുപോലെ തന്നെ 2 മീഡിയം ടൈപ്പ് സവാള, അതുപോലെ തന്നെ 10-40 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തോരം പോട്ടി എടുക്കണോ അതിനനുസരിച്ച് നിങ്ങൾ സവാളയും ചെറിയുള്ളിയും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും അതുപോലെ തന്നെ ചെറിയുള്ളിയൊക്കെ നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് 2 തക്കാളി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ 2 തക്കാളി നന്നായി അതിലേക്ക് അലിഞ്ഞ് ചേരണം.
അപ്പോൾ സാബി എന്താ പിന്നെ സുഖമല്ലേ? പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖാട്ടോ. അപ്പോൾ നമ്മളെ തക്കാളിയൊക്കെ ഏകദേശം വയന്ന് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇനി നമ്മളെ ആദ്യം അരച്ച മസാല ചേർക്കാവുന്നതാണ്. ഫസ്റ്റ് നമ്മൾ അരച്ച എന്താ പറയുക, ഉണക്കമുളകും കുരുമുളക്, അതുപോലെ തന്നെ ഗ്രാമ്പു, തക്കോലം, ഏലക്ക, പെരിഞ്ചീരകം, കസ്കസ്, അതൊക്കെ ഉള്ള മസാല ഉണ്ടല്ലോ, അതാണ്ട് ചേർത്ത് അതിൻ്റെ കുത്തലൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് വേവിച്ച പോട്ടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങളിൽ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതൊന്ന് നന്നായി കുറുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റട്ടെ. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പോട്ടിയുടെ അനുസരിച്ചാണ്, എന്തോരം ഉണ്ടോ അതിനനുസരിച്ചൊക്കെ നിങ്ങൾ വിസിലിൻ്റെ കാര്യമൊക്കെ തീരുമാനിച്ചോളാം. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നമുക്ക് അത്യാവശ്യം എനിക്ക് തോന്നുന്നു 1 കിലോയുടെ മുകളിലൊക്കെ ഉണ്ടെന്ന് തോന്നിക്കൂട്ടി. അപ്പോൾ നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു. അതിങ്ങനെ വറ്റിച്ച് കൊണ്ടുവരണം. അപ്പോൾ ഉള്ളിൽ ഇങ്ങനെ വറ്റിച്ച് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ആ റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ വെള്ളം വറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു നന്നായി വറ്റിയിട്ടുണ്ട്. ഒന്നും അവിടെ വറ്റണം, നമുക്ക് അത്യാവശ്യം വറ്റിയണം. നമുക്ക് കാരണം അടുത്ത കൂട്ടിഞ്ഞിടാണ്ട്, അത് കാരണമാണ്. അപ്പോൾ നല്ല വറ്റിക്കുക, അത്യാവശ്യം നല്ല രീതിയിൽ വറ്റിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഏകദേശം കണ്ട നന്നായി വറ്റി വന്നിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് തേങ്ങ അരച്ച കൂട്ട്, തേങ്ങയും ചെറുള്ളിയും വേപ്പിലയും അരച്ച കൂട്ട് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് ഇനി ഇതൊന്ന് നന്നായി ഇളക്കി ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ, ഒരു 5 മിനിറ്റ് ഒന്ന് അതിലിരിക്കട്ടെ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക, അടി പിടിക്കാത്ത കേട്ടോ. നല്ല കട്ടിയുള്ള ഉരുളിക്കാണെങ്കിൽ അടി പിടിക്കത്തില്ല. നിങ്ങൾക്ക് മൺചട്ടിയാണുള്ളെങ്കിൽ അതിലും ചെയ്യാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും, അടിപൊളിയാണ്. കപ്പയാണല്ലോ സംഭവം, അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ 5 മിനിറ്റായി. ഇനി നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കപ്പ ഇട്ടിട്ട് 5 മിനിറ്റ് കപ്പ ഇട്ടിട്ട് ആ കപ്പയും പോട്ടിയും നന്നായി ഇളക്കി ഒരു 5 മിനിറ്റ് അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ കപ്പ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. നല്ലോണം എല്ലാ ഭാഗത്തും, കപ്പയുടെ എല്ലാ ഭാഗത്തും നമ്മുടെ പോട്ടിയുടെ മസാല മിക്സ് ചെയ്ത് വരണം. അപ്പോൾ നമ്മളെ കപ്പയും പൊട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത്, അപ്പോൾ നമുക്ക് അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ മേലൊന്ന് തൂവി കൊടുക്കാം. അപ്പോൾ തൂവി കൊടുത്തിട്ട് എന്താ മണല്ല സാബി, അടിപൊളി, നല്ല പ്രത്യേക ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ പച്ച നല്ല നാടൻ നല്ല രസമുള്ള വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണ ഒക്കെ ചേർത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കൂട്ടത്തിൽ കുറച്ച് വേപ്പിൻ്റെ ഇട്ട് നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്താ ഭംഗി. നല്ല പൊള്ളിയായിട്ട് നമ്മളിത് സെർവിങ് പ്ലേറ്റിലാക്കിയിട്ടുണ്ട്. നല്ല വാഴേൻ്റെ ഇലയിലൊക്കെ ഇങ്ങനെ സെർവ് ചെയ്ത്. അപ്പോൾ നാട്ടിലെത്തിയത് നിങ്ങൾക്ക് ഈ വാഴയുടെ ഇല കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾ നാട്ടിലെത്തിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് സവാള എന്നിട്ടാലാണ് ആ ടേസ്റ്റ് വരിക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഞങ്ങളെ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞങ്ങളുടെ ചാനലിൻ്റെ പേര് സാബിജംഷി വ്ളോഗ്സ്. അപ്പോൾ അടുത്ത കിഡിലൻ അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ ഇറ്റ്സ് മീ സാബി, ഇറ്റ്സ് മീ ജംഷി. ടാറ്റാ. ടാറ്റാ.